ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം അത് പൊതുവിൽ കേരളത്തിൽ അറിയാവുന്നൊരു കാര്യമാണ്. അത് സുതാര്യമായ ഒന്നാണ്, കളങ്കരഹിതമായ ഒന്നാണ്. അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടുള്ളത്. ആ ഘട്ടത്തിലൊക്കെ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേട്ടു നിന്നിട്ടുള്ളത്. ഇതായിരുന്നു എൻ്റെ ഒരു രീതി. ഈ കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാൻ ഇരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ എനിക്കുണ്ട്. രാജ്യത്ത് മറ്റെവിടെ എന്ത് നടക്കുന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാകുന്നതിന് ഒരു പദ്ധതി വരുന്നു. ആ പദ്ധതിയുടെ കോൺട്രാക്ട് കൊടുക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലയിടത്ത് അതിനൊക്കെ കൃത്യമായ വിഹിതമുണ്ട്. ഇത്ര ശതമാനം കൊടുക്കണം എന്നുള്ള കണക്കുണ്ട്. അങ്ങനൊരു കണക്ക് കേരളത്തിലുണ്ടോ? ആർക്കും യഥാർത്ഥത്തിൽ മത്സരത്തിലൂടെ പദ്ധതി ലഭിച്ചാൽ അവർ ചെലവഴിക്കേണ്ട പണം മുഴുവൻ അവിടെ ചെലവഴിക്കാമല്ലോ, മറ്റെവിടെയും ആ പണം കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. ഇത്തരമൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്. അതിൽ സാധാരണഗതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണത്? അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊരു വസ്തുതാപരമായ കാര്യമാണല്ലോ.